സ്പെക്ട്രത്തിന്റെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണിച്ച ചാർലി ഹെബ്ദോ അറ്റാക്ക്. 2015 ന്യൂ ഇയറിൽ ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഫ്രാൻസിലെ പാരീസിലുള്ള ആക്ഷേപഹാസ്യ മാസികേൻ്റെ ഓഫീസിൽ വെടിവെപ്പ് നടത്തുന്നു. മുഹമ്മദിന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് കുറേ പേര് കൊല്ലപ്പെടുന്നു. ഇനി അത് കഴിയുന്നില്ല. നൂപുർ ശർമ്മേൻ്റെ വിഷയം കുറച്ച് നാൾ മുൻപേ, അതിനുശേഷം നൈജീരിയയിൽ ഡെബോറ സാമുവൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ അവരുടെ തന്നെ ക്ലാസ്മേറ്റ്സ് തല്ലിക്കൊന്നിട്ടുണ്ട്. നൂപുർ ശർമ്മേനെ തല്ലിക്കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് മറ്റു തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി തസ്ലീമ നസ്രീൻ്റെ വിഷയം, ഇസ്ലാമിനെ വളരെ നിഷിദ്ധമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുക്തിവാദി സ്ത്രീയാണ് തസ്ലീമ നസ്രീൻ. തസ്ലീമ നസ്രീൻ വളരെ ക്രൂരമായിട്ട് ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, കൊൽക്കത്തയിൽ വെച്ചും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്തയിൽ വെച്ച് തസ്ലീമ നസ്രീനെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ കൊൽക്കത്ത ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏകദേശം 21 വർഷത്തോളം ജ്യോതിബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും കൂടി ഭരിക്കുന്നുണ്ടല്ലോ ബംഗാളിൽ. അങ്ങനെ ഇനി ഇസ്ലാമിസ്റ്റുകൾ പൊതുവിൽ എന്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലും ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ഈ